ഇരിക്കുന്നത് ഒരു അപകടത്തെക്കുറിച്ചുള്ള വാർത്തയിലേക്കാണ് അടുത്തത് പോകുന്നത്. എറണാകുളത്താണ് ഉണ്ടായത്. മാടവനയിൽ സ്വകാര്യ ബസ് മറിഞ്ഞു, നിരവധി പേർക്ക് പരിക്ക്. സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചാണ് കല്ലട ബസ് മറിഞ്ഞത്. വിശദാംശങ്ങൾ നൽകാൻ പോകുന്നത് അശ്വതിയാണ് കൊച്ചിയിൽ നിന്ന്. അശ്വതി, എങ്ങനെയാണ് ഈ ഒരു അപകടം ഉണ്ടായത്? പരിക്കേറ്റവരുടെ യാത്രക്കാരുടെ സ്ഥിതി എന്താണ്? ഫിജി മാടവനയിലാണ് ഈ സ്വകാര്യ ബസ് മറിഞ്ഞ് ഒട്ടേറെ പേർക്ക് പരിക്കുണ്ടായിരിക്കുന്നത്. ഇടപ്പള്ളി അരൂർ ദേശീയപാതയിലാണ് ഇന്ന് രാവിലെ ഈ സംഭവം ഉണ്ടാകുന്നത്. അല്പസമയം മുൻപാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു ബൈക്കിന് മുകളിലേക്കാണ് ബസ് മറിഞ്ഞത്. പരിക്കേറ്റ യാത്രക്കാരെ എല്ലാം തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഈ ബൈക്ക് യാത്രക്കാരന്റെ നില അതീവ ഗുരുതരമാണെന്നാണ് മനസ്സിലാകുന്നത്. ബസ്സിൽ നിരവധി യാത്രക്കാർ, ഏകദേശം 50ഓളം യാത്രക്കാരാണ് ഈ ബസ്സിലുണ്ടായിരുന്നത്. നിയന്ത്രണം വിട്ട ട്രാഫിക് സിഗ്നലിൽ ഇടിച്ചാണ് ഈ ബസ് മറിഞ്ഞത്. കല്ലട ഭാഗത്ത് നിന്ന് വന്ന വൈറ്റില ഭാഗത്ത് നിന്ന് വന്ന ബസ്സാണ് ഈ അപകടത്തിൽപ്പെട്ടത്. ബസ്സിലെ മുഴുവൻ യാത്രക്കാരെയും പുറത്തെടുത്തു. പരിക്കേറ്റവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ലേക്ക് ഷോർ ആശുപത്രിയിൽ ഏകദേശം 9ഓളം പേർ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ചില്ല് തകർത്താണ് ഈ യാത്രക്കാരെ പുറത്തെടുത്തത്. ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെയും പുറത്തെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിട്ടുണ്ട്. അതായത് ബസ് ബൈക്കിന് മുകളിലേക്ക് മറിയുകയും ചെയ്തു. ബൈക്ക് യാത്രക്കാരന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഗുരുതരമായ പരിക്കേറ്റിട്ടുണ്ട്. ബാംഗ്ലൂരിൽ നിന്ന് വർക്കലയിലേക്ക് പുറപ്പെട്ട ബസ്സാണ് ഈ അപകടത്തിൽ പെട്ടത്. ഈ അപകടത്തിൽ പരിക്കേറ്റവരെ ലേക്ക് ഷോർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അശ്വതി, ഈ റോഡിന് കുറുകെയാണോ ബസ് വീണ് കിടന്നിരുന്നത്? ഇപ്പോൾ അത് പൂർണ്ണമായി ബസ് നേരെയാക്കി മാറ്റി വശത്തേക്ക് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ടോ? അവിടെ ദേശീയപാതയിൽ ഗതാഗത തടസ്സമുണ്ടോ? തീർച്ചയായും വലിയ ഗതാഗത കുരുക്ക് ഈ ഭാഗങ്ങളിൽ അനുഭവപ്പെടുന്നുണ്ട്. വൈറ്റിലയിൽ നിന്ന് പോകുന്ന ആ ഭാഗത്ത് തന്നെ വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്കുണ്ട്. മാത്രമല്ല, ഇത് സൈഡിലേക്ക് ഇപ്പോൾ ക്രെയിൻ ഉപയോഗിച്ച ബസ് മറിഞ്ഞു കിടന്നിരുന്ന ബസ് ഉയർത്തി അത് സൈഡിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്തായാലും അത് അവിടെ നിന്ന് നീക്കം ചെയ്യണമെങ്കിൽ കുറച്ചേറെ പണിപ്പെടേണ്ടി വരും. എന്തായാലും ഇപ്പോൾ നിലവിൽ ആ ബസ് ക്രെയിൻ ഉപയോഗിച്ച് ഉയർത്തി എന്നതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നൊക്കെ തന്നെ മനസ്സിലാകുന്നത്. ഈ ഭാഗങ്ങളിലൊക്കെ വലിയ രീതിയിലുള്ള ട്രാഫിക് ജാം ഉണ്ടായിട്ടുണ്ട്. അത് പോലീസ്, അതുപോലെ തന്നെ മറ്റ് റോഡ് സേഫ്റ്റി അതോറിറ്റി എല്ലാവരും എത്തി ഇവിടങ്ങളിൽ ഗതാഗതം നിയന്ത്രിക്കുന്നുണ്ട്. ട്രാഫിക് പോലീസ് വലിയ രീതിയിലുള്ള ഗതാഗത നിയന്ത്രണങ്ങളാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. എന്തായാലും അവിടെ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ ക്രെയിൻ ഉപയോഗിച്ച് വളരെ പണിപ്പെട്ടതിന് ശേഷമാണ് ഈ ബസ് നിവർത്തി നിർത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഇതിന്റെ ചില്ല് പൊട്ടിച്ചാണ് ആളുകളെ പുറത്തെത്തിക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഫിജി, അശ്വതി, ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്നിപ്പോൾ വ്യക്തത വരുന്നുണ്ടോ? പ്രത്യേകിച്ച് മഴയാണ്. വലിയ മഴയിലെങ്ങാനും തെന്നി നീങ്ങിയതാണോ ബ്രേക്ക് കിട്ടാതെ? അതുപോലെ ഡ്രൈവറുടെ എന്തെങ്കിലും അനാസ്ഥയാണോ? മറ്റേതെങ്കിലും തരത്തിൽ വാഹനങ്ങളെ വെട്ടിച്ചു മാറ്റാൻ ശ്രമിച്ചതാണോ? അത്തരത്തിൽ എന്തെങ്കിലും വിവരങ്ങളുണ്ടോ? നിലവിൽ ബ്രേക്ക് ചവിട്ടിയതാണ് എന്നാണ് മനസ്സിലാകുന്നത്. സിഗ്നലിൽ ബ്രേക്ക് ചവിട്ടിയപ്പോഴാണ് ഇത് അപകടം ഉണ്ടായത്. സഡൻ ബ്രേക്ക് ഇട്ടതാണ് ഈ അപകടത്തിന് കാരണം എന്നാണ് മനസ്സിലാകുന്നത്. അത് പെട്ടെന്ന് ബ്രേക്ക് ഇട്ടപ്പോൾ അത് കിട്ടിയില്ല എന്നതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാകുന്നത്. എന്തായാലും ഇതിൽ കൂടുതൽ അതിനൊരു ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം വരണം. നിലവിൽ ഇതാണ് നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഫിജി, ശരി. അശ്വതി റിപ്പോർട്ട് ചെയ്യുന്നു. കൊച്ചി മാടവനയിൽ നിന്ന് സ്വകാര്യ ബസ്, അതായത് കല്ലട ബസ്സാണ്. ബംഗളൂരുവിൽ നിന്ന് വർക്കലയിലേക്ക് പോയ കല്ലട ബസ് അല്പം മുമ്പാണ് മാടവന ജംഗ്ഷനിൽ സിഗ്നൽ പോസ്റ്റിൽ ഇടിച്ചു മറിഞ്ഞത്. ബസ് വേഗത്തിൽ വന്ന ബസ്സിന് നിയന്ത്രണം നഷ്ടപ്പെട്ടു. ബ്രേക്ക് ചവിട്ടിയപ്പോൾ നിയന്ത്രണം വിട്ട് മറിഞ്ഞു എന്നാണ് മനസ്സിലാകുന്നത്. പരിക്കേറ്റവരെ തൊട്ടടുത്തുള്ള ലേക്ക് ഷോർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ബൈക്ക് യാത്രക്കാരൻ, അതുവഴി വന്ന ബൈക്ക് യാത്രക്കാരന് പരിക്കേറ്റു. അദ്ദേഹത്തിൻ്റെ ദേഹത്തേക്ക് ഈ ബസ്സിൻ്റെ ഭാഗങ്ങൾ മറിഞ്ഞെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. ബൈക്ക് യാത്രക്കാരന് ഗുരുതര പരിക്കാണ് എന്ന് അവിടെ നിന്ന് ഉള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു.